സദൃശ്യവാക്യങ്ങൾ 13 അധ്യായം 12 വാക്യം. ആശാവിളംബനം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു, ഇച്ഛാനിവൃത്തിയോ ജീവവൃക്ഷം തന്നെ. ജീവവൃക്ഷത്തെക്കുറിച്ച് ബൈബിളിൽ 3 പുസ്തകങ്ങളിലായി 12 വാക്യങ്ങളാണ് ആകെ കാണുന്നത്. അതിൽ 4 സദൃശ്യവാക്യങ്ങളിലാണ്. ഈ 4 ആലങ്കാരിക പദമായാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഇതിനെ എടുത്താൽ അർത്ഥം മാറിപ്പോകും. മനുഷ്യജീവിതത്തിലെ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം പറഞ്ഞാണ് ഇവിടെ ജീവവൃക്ഷത്തോട് ഉപമിക്കുന്നത്. ആഗ്രഹം നടക്കാതെ പോകുന്നത് ഹൃദയത്തിൻ്റെ ഉന്മേഷത്തെ ഇല്ലാതാക്കുകയും ജീവിക്കാനുള്ള ആഗ്രഹം നഷ്ടപ്പെടുത്തുകയും ചെയ്യാം. എന്നാൽ അതിൻ്റെ പ്രാപ്യത ജീവിതത്തിന് പുതിയ ഉന്മേഷം കൈവരുന്നതിന് കാരണമാകും. കാത്തിരിക്കുക എന്നതുപോലെ പ്രയാസമുള്ള മറ്റൊരു കാര്യമുണ്ടോ എന്ന സംശയമാണ്. സർജറിക്കായി പ്രവേശിപ്പിച്ച പ്രിയപ്പെട്ട വ്യക്തിക്കായി പുറത്ത് കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രയാസം കുറേ മനസ്സിലാക്കാനായി കഴിഞ്ഞിട്ടുണ്ടാകും. ആ കാത്തിരിപ്പിൻ്റെ ഒടുവിൽ എന്താണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? എന്നാൽ സർജറി വിജയിച്ചില്ല, ജീവൻ അപകടത്തിലാണെന്നാണ് കേൾക്കുന്നതെങ്കിലോ? ഇതിൻ്റെ മറുവശം, യാക്കോബ് റാഹേലിനെ സ്നേഹിച്ചതിനാൽ 7 വർഷം വിവാഹത്തിനായി കാത്തിരിക്കേണ്ടി വന്നെങ്കിലും തനിക്കത് അല്പകാലമായി തോന്നി എന്ന് കാണുന്നു. ഒടുവിൽ തൻ്റെ ആഗ്രഹം നടക്കാതെ പോയിരുന്നെങ്കിലോ? ഇതുപോലെ ദീർഘവർഷങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ട് ആഗ്രഹിച്ച കാര്യം നടക്കാതെ പോയതിനാൽ ജീവിതം തന്നെ മടുത്തുപോയവരുണ്ട്. ആയുസ്സിൻ്റെ ഏറിയ പങ്കും ഒരു വിഷയത്തിനായി കഠിനാധ്വാനം ചെയ്തിട്ട് അത് ലഭിക്കാതെ വന്നതിനാൽ മുന്നോട്ട് ജീവിക്കേണ്ടെന്ന് തീരുമാനിച്ചവരുമുണ്ട്. ചിലർക്ക് ജീവിക്കാൻ വലിയ ഉത്സാഹമില്ലാതിരുന്നിട്ട്, എന്തെങ്കിലും പ്രയോജനമുള്ള കാര്യം ചെയ്യാൻ താല്പര്യം ഇല്ലാതിരുന്നിട്ട്, അപ്രതീക്ഷിതമായി ആഗ്രഹിച്ച കാര്യം നടന്നു കഴിയുമ്പോൾ ആൾ മാറിയതുപോലെ കർമ്മോന്മുഖരായി തീരാറുമുണ്ട്. എന്നാൽ നമ്മുടെ ആഗ്രഹവും പ്രതീക്ഷകളുമെല്ലാം ദൈവത്തിലായിരിക്കണം. അവിടുന്ന് ഏത് സാഹചര്യത്തിലും കരുതിക്കൊള്ളും എന്ന പ്രത്യാശയുണ്ടെങ്കിൽ യാതൊന്നിനും നമ്മെ തളർത്താനാവില്ല. യഥാർത്ഥ ജീവവൃക്ഷത്തിൻ്റെ അവകാശം സിദ്ധിക്കാനും അത് ആവശ്യമാണ്. ഗോഡ് ബ്ലസ് യു.